എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വർഷത്തേക്കിനുള്ള കുറച്ച് മഞ്ഞൾ പറിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയെടുത്ത് ഇനി പുഴുങ്ങാൻ വെക്കണം. നന്നായിട്ട് പുഴുങ്ങിയിട്ട് നമുക്ക് ഉണങ്ങിയെടുത്ത് വെക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ മഞ്ഞൾപ്പൊടിയൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഉണങ്ങിയെടുത്തിട്ട് ഈ വർഷത്തേക്കിനുള്ള മഞ്ഞൾപ്പൊടി പൊടിപ്പിച്ച് വെക്കണം. അപ്പോൾ അതേ മഞ്ഞളെല്ലാം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. മഞ്ഞൾ പറിച്ചെടുത്തിട്ട് നമ്മളതിൻ്റെ വേരെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് നല്ലതായിട്ട് തന്നെ കഴുകിയെടുക്കണം. അതിൻ്റെ മണ്ണെല്ലാം നന്നായിട്ട് പോകണം. ഇത് നമ്മൾ പുഴുങ്ങി കഴിയുമ്പോൾ പിന്നെ നേരെ ഉണക്കിയെടുക്കുമല്ലേ, പിന്നെ ഇത് കഴുകാനൊന്നും ഒക്കത്തില്ല. അതുകൊണ്ട് ആദ്യം തന്നെ നന്നായിട്ട് മണ്ണെല്ലാം കളഞ്ഞ് കഴുകിയെടുക്കണം. അപ്പോൾ അതേ മഞ്ഞളെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഈ ചെരുവത്തിനകത്താണ് പുഴുങ്ങാൻ വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നികത്തി വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ടൊരു ഇത് അടുപ്പേ വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് ഈ മഞ്ഞൾ വേകണം കേട്ടോ. അപ്പോൾ അതേ അടുപ്പേ തീയൊക്കെ പിടിപ്പിച്ച് ഞാൻ അടുപ്പയിലേക്ക് മഞ്ഞൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ അവിടെ കിടന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്കത് ഊറ്റിയെടുക്കാം. അപ്പോൾ അതേ മഞ്ഞളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഊറ്റിയൊരു കൊട്ടയിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ ഏകദേശം പാകം അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മഞ്ഞൾ നമ്മൾ ഒടിച്ച് കഴിയുമ്പോൾ ഇത് കണ്ട ഒരു നൂല് പോലെ വരുന്നത് ആ ഒരു പരുവമാകുമ്പോൾ ഇത് അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പം മഞ്ഞളെല്ലാം കോരി കൊട്ടയിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളമെല്ലാം തോർന്ന് കഴിയുമ്പം വെയിലത്തേക്കിടാം. ഇനി ഇത് 5-6 ദിവസം വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. കുറച്ച് സമയവും കൂടെ കഴിയുമ്പോഴേ ഇവിടെ നല്ലതായിട്ട് വെയിൽ വരത്തുള്ളേ. ഇതിപ്പോൾ ഒരു 10 മണിയൊക്കെ ആയതേ ഉള്ളൂ. അപ്പോൾ അതേ ഒരു ദിവസം വെയിലത്ത് വെച്ചത് വൈകുന്നേരം എടുത്തപ്പോൾ ഇത്രയൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസം അതുപോലെ തന്നെ എടുത്ത് വെയിലത്തിടുന്നുണ്ട്. ഇന്ന് പഠിത്തമുള്ള ദിവസമായിരുന്നു. ഉച്ചയായപ്പോഴത്തേക്കിനൊരു മുള്ളാത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മുറിച്ച് കുറച്ചെടുത്ത് കഴിക്കാമെന്ന് വെച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന നല്ല തണുത്തിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റായതിന്. പിള്ളേർക്ക് ഇതൊന്നും ഇഷ്ടമില്ല, ഞാനും അച്ഛനും കഴിക്കും. അപ്പോൾ ദേ ഇതിൻ്റെ അകത്ത് ചെറിയൊരു കറുത്ത കുരുവുണ്ട്.
വൈകുന്നേരം സ്കൂളിൽ നിന്ന് പിള്ളേർ വരാറായി. അന്നേരം ഇന്നലത്തെ ഉള്ളിവടയുടെ കുറച്ച് മാവെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാവിലോട്ട് തന്നെ കുറച്ച് മൈദായും കൂടെ ഒക്കെ ചേർത്ത് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ സ്പൂണിനകത്ത് കോരി ഒഴിച്ച് ഒന്നുണ്ടാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈകുന്നേരത്തെ കാപ്പിക്കിന്ന് ഇതായിരുന്നേ. കാപ്പികുടിയെല്ലാം കഴിഞ്ഞ് ചെടി നനയ്ക്കാൻ ഇറങ്ങിയപ്പം അച്ചു ഓടി വന്ന് ഞാൻ നനച്ചോളാമെന്നും പറഞ്ഞ് എൻ്റെ ഈ നോസ് മേടിച്ചത് ചെടിയെല്ലാം നനയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.